അവൻ യാത്ര ചെയ്ത് ദമാസ്കസിനെ സമീപിച്ചപ്പോൾ പെട്ടെന്ന് ആകാശത്തു നിന്ന് ഒരു മിന്നൊളി അവൻ്റെ മേൽ പതിച്ചു. അവൻ നിലംപതിച്ചു. ഒരു സ്വരം തന്നോട് ഇങ്ങനെ ചോദിക്കുന്നത് കേട്ടു: സാവൂൾ, സാവൂൾ, നീ എന്തിന് എന്നെ പീഡിപ്പിക്കുന്നു? അപ്പോസ്തല പ്രവർത്തനങ്ങളാണ് 9-ാം അധ്യായം 3-ാം തിരുവചനമാണ്. സാവൂളിൻ്റെ മാനസാന്തരം എങ്ങനെ നമുക്ക് നോക്കിയാലോ. സിലിസിയയിലെ ടാർസസിലാണ് വിശുദ്ധ പൗലോസ് ജനിച്ചത്. സാവൂൾ എന്നായിരുന്നു വിശുദ്ധൻ്റെ ശരിയായ നാമം. ബെഞ്ചമിൻ്റെ ഗോത്രത്തിൽപ്പെട്ട ജൂതവംശജരായിരുന്നു വിശുദ്ധൻ്റെ മാതാപിതാക്കൾ. ജനനം കൊണ്ട് വിശുദ്ധൻ ഒരു റോമൻ പൗരനായിരുന്നു. ആദ്യ ക്രിസ്ത്യൻ രക്തസാക്ഷിയായ വിശുദ്ധ എസ്താപ്പോനസിനെയും ഒരു വൃദ്ധനായ മനുഷ്യനെയും കല്ലെറിഞ്ഞു കൊല്ലുന്നതിൽ വിശുദ്ധനും പങ്കാളിയായിരുന്നു. ക്രിസ്തുവിൻ്റെ തുടക്കത്തിലായിരിക്കും വിശുദ്ധൻ ജനിച്ചിരിക്കുക. വിശുദ്ധ പൗലോസിൻ്റെ ആത്മാവ് പെട്ടെന്നുള്ളൊരു പരിവർത്തനത്തിന് വിധേയമാവുകയായിരുന്നു. അദ്ദേഹം പെട്ടെന്ന് തന്നെ ക്രിസ്തു വിശ്വാസത്തിലേക്ക് പരിവർത്തനം ചെയ്തു. ജ്ഞാനസ്നാനം സ്വീകരിക്കുകയും ചെയ്തു. സാവൂൾ എന്ന തൻ്റെ നാമത്തിന് പകരം പൗലോസ് എന്ന നാമം സ്വീകരിക്കുകയും ചെയ്തു. ഏതാണ്ട് 65 AD റോമിൽ വെച്ച് ഒരു അപ്പസ്തലനായി രക്തസാക്ഷിത്വ മകുടം ചൂടി. ദമാസ്കസിലുള്ള ക്രിസ്ത്യാനികളെ ബന്ധനസ്ഥരാക്കി ജെറുസലേമിലേക്ക് കൊണ്ടുവരാനുള്ള അധികാരപത്രവുമായി പോയ സാവൂൾ ദമാസ്കസിനടുത്ത് വെച്ച് പ്രകാശപൂർണമായ ഒരു ദർശനത്തിൻ്റെ ഫലമായി കുതിരപ്പുറത്തുനിന്ന് താഴെ വീഴുകയും അന്ധനായിത്തീരുകയും ചെയ്തു. അതേസമയം മുകളിൽ നിന്ന് ഒരു ദൈവിക സ്വരം കേട്ടു: സാവൂൾ, സാവൂൾ, നീ എന്തിന് എന്നെ പീഡിപ്പിക്കുന്നു? സാവൂൾ ചോദിച്ചു: നീ ആരാണ്? അതിനുത്തരമായി: നീ പീഡിപ്പിക്കുന്ന ക്രിസ്തുവാണ് ഞാൻ എന്ന മറുപടി കിട്ടി. യേശു അദ്ദേഹത്തോട് എഴുന്നേറ്റ് നഗരത്തിലേക്ക് പോകാനും അവിടെ വെച്ച് എന്തു ചെയ്യണമെന്ന് അറിയിക്കപ്പെടുമെന്നും പറഞ്ഞു. ദമാസ്കസിലുണ്ടായിരുന്ന അനന്യാസ് എന്ന പേരുള്ള ഒരു ക്രിസ്തു ശിഷ്യൻ ഈ വിവരം ഒരു ദർശനത്തിലൂടെ അറിയുകയും സാവൂളിൻ്റെ അടുത്ത് വന്ന് കൈകൾ വെച്ച് പ്രാർത്ഥിച്ച് കാഴ്ച നൽകുകയും ചെയ്തു. അതോടെ സാവൂൾ എഴുന്നേറ്റ് ജ്ഞാനസ്നാനം സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞ് പൗലോസാവുകയും ചെയ്തു. യേശു നേരിട്ടാണ് പൗലോസിനെ വിളിച്ചത്. ദൈവത്തിൻ്റെ കൃപയാണ് തൻ്റെ വിളിക്ക് ആധാരമെന്ന് പൗലോസിന് ബോധ്യമായി. ഞാൻ മാതാവിൻ്റെ ഉദരത്തിലായിരിക്കുമ്പോൾ തന്നെ അവിടുന്ന് എന്നെ പ്രത്യേകം തിരഞ്ഞെടുത്തു. അവിടുത്തെ കൃപയാൽ അവിടുന്ന് എന്നെ വിളിച്ചു. എൻ്റെ ബലഹീനതയിൽ അവിടുന്ന് എന്നോട് പറയുന്നു: നിനക്ക് എൻ്റെ കൃപ മതി. എന്തെന്നാൽ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകുന്നത്. ആകയാൽ എൻ്റെ ദൈവവിളിയിൽ ഞാൻ സന്തുഷ്ടയാണ്. പിതാവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാനുള്ളതാണ് നമ്മൾ ഓരോരുത്തരും എന്ന ബോധ്യത്തോടെ ജീവിക്കാൻ അനുവദിച്ചിരിക്കുന്ന നാളുകളിൽ സന്തോഷത്തോടും സമാധാനത്തോടും പരസ്പര സ്നേഹത്തോടും കൂടി ജീവിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. സാവൂളിൻ്റെ മാനസാന്തരം എങ്ങനെയെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു.